നമ്മളിപ്പം ഏറ്റവും അതായത് ഇനിയിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഇത് ഫ്ലവർ നന്നായിട്ട് പൂത്ത് നിന്ന വെറൈറ്റിയാണ്. അതിന് ശേഷമായിട്ട് നമ്മളിപ്പം വളം കൊടുത്തതിന് ശേഷം വീണ്ടും ഫ്ലവർ ചെയ്ത ബൊഗെയിൻവില്ലയാണ്. ഇതാണ്ട് വീണ്ടും അതായത് നമുക്ക് ഒരു 3-4 വട്ടം ഇതേപോലെ ബഞ്ചായിട്ട് ഫ്ലവർ ചെയ്യിക്കാൻ പറ്റും. ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അപ്പോൾ ആദ്യമേ ഉള്ള പൂക്കൾ നമ്മളിത് പൂത്തതിന് ശേഷം കറക്റ്റായിട്ട് ക്രൂൺ ചെയ്ത് ആദ്യത്തെ ലെയറിൽ തന്നെ ക്രൂൺ ചെയ്ത് കളഞ്ഞതിന് ശേഷമായിട്ട് പിന്നെ ഫാക്ടം പൂസും പൊട്ടാഷ്യം കൂടെ മിക്സ് ചെയ്ത് 3:1 അനുപാതത്തിൽ നമ്മൾ എടുത്തതിന് ശേഷം കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ഒരു നുള്ളു നമ്മളിടുന്ന വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്. അന്നേരം അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ വീണ്ടും ഈ ചെടികൾ ഇതേപോലെ തന്നെ ബൊഗെയിൻവില്ല പൂ പിടിപ്പിക്കാനായിട്ട് പറ്റും. അത് പ്രത്യേകം നിങ്ങൾ അറിയേണ്ട കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ എടുത്ത് പറയുകയാണ്. ഇനിയും ഇപ്പം കൊടുത്താലും നമുക്ക് 1.5 മാസം കഴിയുമ്പോൾ വീണ്ടും അന്ന് നിറച്ച് ഇതേപോലെ തന്നെ ഫ്ലവർ ചാടിക്കാനായിട്ട് പറ്റും. കൂടിങ്ങി വേറെ കുറേ പ്ലാന്റുകളും കൂടെ നമുക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. ദാണ്ടെ ബൊഗെയിൻവില്ല വീണ്ടും ദാണ്ടെ ഫയറോപ്പാലാണ്. ഇത് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഫ്ലവർ ചെയ്ത് മൊത്തം പോയതിന് ശേഷമായിട്ട് വീണ്ടും വന്ന മണ്ട ക്രോപ്പ് ചെയ്തതിന് ശേഷമായിട്ട് വീണ്ടും നമുക്ക് പുതിയ പൂക്കൾ നിൽക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് വീണ്ടും നമുക്ക് ഒരു 15 ദിവസം കൊണ്ട് ഇതിനകത്ത് വീണ്ടും ഫ്ലവർ കിട്ടും. അതേപോലെ തന്നെ ഇത് പോയി കഴിയുമ്പോൾ ഇത് ഇവിടെ വെച്ച് വീണ്ടും കട്ട് ചെയ്ത് കളയുക. പുതിയ ബ്രാഞ്ചുകൾ വരണം. അതായത് എത്രത്തോളം ബ്രാഞ്ചുകൾ വരുന്നു അത്രത്തോളം നല്ലതാണ്. അന്നേരം ഇതേപോലെ തന്നെ നമ്മളെ ബൊഗെയിൻവില്ലയുടെ ചെറിയ കവറിലുള്ള പ്ലാന്റ് കപ്പിലോട്ട് മാറ്റി ഇട്ടതിന് ശേഷമായിട്ട് ആ പ്ലാന്റുകൾ പൂത്ത് നിൽക്കുന്നതാണ് ഇതായി കാണുന്നത്. അതേപോലെ തന്നെ ഇത് വലിയ കപ്പിലോട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ മാങ്ങയൊക്കെ കായ്ച്ച ചട്ടിയിൽ കിടക്കുന്ന അതേപോലെ തന്നെ ഈ കാണുന്ന മൊത്തം ബൊഗെയിൻവില്ലാസാണ്. വിവിധ വെറൈറ്റി ബൊഗെയിൻവില്ല, ഹൈബ്രിഡ് വെറൈറ്റി ബൊഗെയിൻവില്ല. ചെറിയ കപ്പ് കുറച്ച് കൂടി ഇരിപ്പുണ്ട്. അതാണ്ട് ചില്ലി റെഡ് വെറൈറ്റി. ഈ കാണുന്ന മൊത്തം അതിൻ്റെ ചെറിയ കപ്പിനകത്തോട്ട് വീണ്ടും മാറ്റിയിട്ടേക്കുന്ന പ്ലാന്റുകൾ സെയിലിനിരിക്കുന്ന പ്ലാന്റുകളാണ്. ചില്ലി റെഡ് വെറൈറ്റി, അങ്ങനെ കുറച്ച് വെറൈറ്റി തൈകൾ. ഇതാണ്ട് ചെറിയ കപ്പിനകത്തുള്ള പ്ലാന്റ്. അതേപോലെ തന്നെ ഇതാണ്ട് ഇത് 7 ഇഞ്ച് കപ്പിനകത്തുള്ള പ്ലാന്റ്. അതേപോലെ തന്നെ ഇതാണ്ട് ചില്ലി ഐസ്ക്രീം, ചില്ലി യെല്ലോ, ചില്ലി റെഡ്, അങ്ങനെയുള്ള വെറൈറ്റികൾ. അതേപോലെ തന്നെ ഇത് ഹൈബ്രിഡ്സ് തന്നെയാണ്. ഇത് നമ്മളന്ന് പുറത്തുനിന്ന് കുറേ പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ വെറൈറ്റി പ്ലാന്റുകൾ ഇതാണ്ട് ഇപ്പം ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന പ്ലാന്റുകൾ. ഈ പ്ലാന്റുകളും ഇപ്പോൾ നമ്മളതിൽ സ്റ്റോക്കിലിരിക്കുന്ന പ്ലാന്റുകളാണ്. അതായത് ഇന്ന് മാർച്ച് 9-ാം തീയതി നമ്മളെ കയ്യിലിരിക്കുന്ന പ്ലാന്റുകളാണ്. ഇതാണ്ട് ഇത് നല്ല രസമായിട്ടുള്ള ഹൈബ്രിഡ് വെറൈറ്റീസ്, ചില്ലി റെഡ്. അതേപോലെ തന്നെ ഈ വെറൈറ്റികളെല്ലാം നമ്മളെ കയ്യിൽ ഇപ്പം സ്റ്റോക്കിലിരിക്കുന്ന പ്ലാന്റുകളാണ്. ഒരുപാടില്ല, കുറേ പ്ലാന്റുകൾ ഇരിപ്പുണ്ട്. കൊല്ലത്ത് 2-ാം കുറ്റിയിൽ ശാരദ കല്യാണ മണ്ഡപത്തിനടുത്തുള്ള നഴ്സറിയിൽ ഇപ്പോൾ ഇരിക്കുന്ന പ്ലാന്റുകളാണ്. ഈ കാണുന്നവ മൊത്തം കണ്ടില്ലേ, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? വളം ഈ പറഞ്ഞ കണക്ക് തന്നെ കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതാണ്ട് ഈ വെറൈറ്റികളെല്ലാം ഇതേപോലെ പൊപ്പിച്ചിട്ട് ആ അറ്റം മുതൽ ഇവിടം വരെ ചെറിയ കപ്പിനകത്തുള്ള പ്ലാന്റ് ഇതാണ്ട് കവറിലുള്ള ചെറിയ പ്ലാന്റുകൾ ഇതാണ്ട് സെയിലിനിരിക്കുന്ന പ്ലാന്റുകളാണ്. അതേപോലെ തന്നെ ഇതാണ്ട് ഇത് ഇപ്പം പൂത്തിരിക്കുന്ന വലിയൊരു പ്ലാന്റാണ്. നല്ല രസമുള്ള ഡാർക്ക് കളറിലുള്ള ബൊഗെയിൻവില്ല. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകളാണ്. ഇത് കാണുന്ന മൊത്തം ഡ്രാഗൺ ഫ്രൂട്ട്. അതേപോലെ തന്നെ പ്ലാൻ തൈകളാണ്. തൈ ഇരിക്കുന്ന മൊത്തം പ്ലാവിൻ തൈകൾ.
നമ്മളെ ബൊഗെയിൻവില്ലയുടെ ചെറിയ കവറിലുള്ള പ്ലാന്റ് കപ്പിലോട്ട് മാറ്റി ഇട്ടതിന് ശേഷമായിട്ട് ആ പ്ലാന്റുകൾ പൂത്ത് നിൽക്കുന്നതാണ് ഇതായി കാണുന്നത്. അതേപോലെ തന്നെ ഇത് വലിയ കപ്പിലോട്ടുള്ളത്. അതേപോലെ തന്നെ ദാണ്ടെ മാങ്ങയൊക്കെ കായ്ച്ച് ചട്ടിയിൽ കിടക്കുന്ന. അതേപോലെ തന്നെ ഈ കാണുന്ന മൊത്തം ബൊഗെയിൻവില്ലാസാണ്. വിവിധ വെറൈറ്റി ബൊഗെയിൻവില്ല, ഹൈബ്രിഡ് വെറൈറ്റി ബൊഗെയിൻവില്ല. ചെറിയ കപ്പ് കുറച്ച് കൂടി ഇരിപ്പുണ്ട്. അതാണ്ട് ചില്ലി റെഡ് വെറൈറ്റി. ഈ കാണുന്ന മൊത്തം അതിൻ്റെ ചെറിയ കപ്പിനകത്തോട്ട് വീണ്ടും മാറ്റിയിട്ടേക്കുന്ന പ്ലാന്റുകൾ, സെയിലിനിരിക്കുന്ന പ്ലാന്റുകളാണ്. ചില്ലി റെഡ് വെറൈറ്റി, അങ്ങനെ കുറച്ച് വെറൈറ്റി തൈകൾ. ഇതാണ്ട് കപ്പിനകത്തുള്ള ചെറിയ കപ്പിനകത്തുള്ള പ്ലാന്റ്. അതേപോലെ തന്നെ ഇതാണ്ട് ഇത് 7 ഇഞ്ച് കപ്പിനകത്തുള്ള പ്ലാന്റ്. അതേപോലെ തന്നെ ഇതാണ്ട് ചില്ലി ഐസ്ക്രീം, ചില്ലി യെല്ലോ, ചില്ലി റെഡ്, അങ്ങനെയുള്ള വെറൈറ്റികൾ. അതേപോലെ തന്നെ ഇത് ഹൈബ്രിഡ്സ് തന്നെയാണ്. ഇത് നമ്മളന്ന് പുറത്തുനിന്ന് കുറേ പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ വെറൈറ്റി പ്ലാന്റുകൾ ഇതാണ്ട് ഇപ്പം ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന പ്ലാന്റുകൾ. ഈ പ്ലാന്റുകളും ഇപ്പോൾ നമ്മളതിൽ സ്റ്റോക്കിലിരിക്കുന്ന പ്ലാന്റുകളാണ്. അതായത് ഇന്ന് മാർച്ച് 9-ാം തീയതി നമ്മളെ കയ്യിലിരിക്കുന്ന പ്ലാന്റുകളാണ്. ഇതാണ്ട് ഇത് നല്ല രസമായിട്ടുള്ള ഹൈബ്രിഡ് വെറൈറ്റീസ്, ചില്ലി റെഡ്. അതേപോലെ തന്നെ ഈ വെറൈറ്റികളെല്ലാം നമ്മളെ കയ്യിൽ ഇപ്പം സ്റ്റോക്കിലിരിക്കുന്ന പ്ലാന്റുകളാണ്. ഒരുപാടില്ല, കുറേ പ്ലാന്റുകൾ ഇരിപ്പുണ്ട്. കൊല്ലത്ത് 2-ാം കുറ്റിയിൽ ശാരദ കല്യാണ മണ്ഡപത്തിനടുത്തുള്ള നഴ്സറിയിൽ ഇപ്പോൾ ഇരിക്കുന്ന പ്ലാന്റുകളാണ്. ഈ കാണുന്നവ മൊത്തം കണ്ടില്ലേ, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? വളം ഈ പറഞ്ഞ കണക്ക് തന്നെ കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതാണ്ട് ഈ വെറൈറ്റികളെല്ലാം ഇതേപോലെ പൊപ്പിച്ചിട്ട് ആ അറ്റം മുതൽ ഇവിടം വരെ ചെറിയ കപ്പിനകത്തുള്ള പ്ലാന്റ് ഇതാണ്ടേ കവറിലുള്ള പ്ലാന്റ്, കവറിലുള്ള ചെറിയ പ്ലാന്റുകൾ ഇതാണ്ടേ സെയിലിനിരിക്കുന്ന പ്ലാന്റുകളാണ്. അതേപോലെ തന്നെ ദാണ്ട ഇത് ഇപ്പം പൂത്തിരിക്കുന്ന വലിയൊരു പ്ലാന്റാണ്. നല്ല രസമുള്ള ഡാർക്ക് കളറിലുള്ള ബൊഗെയിൻവില്ല. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകളാണ്. ഇത് കാണുന്ന മൊത്തം ഡ്രാഗൺ ഫ്രൂട്ട്. അതേപോലെ തന്നെ പ്ലാൻ തൈകളാണ്. തൈ ഇരിക്കുന്ന മൊത്തം പ്ലാവിൻ തൈകൾ.